എല്ലാവർക്കും നമസ്കാരം. ഞാൻ GP വാരിക്കാട്, 69 വയസ്സായ ഇന്ത്യൻ പൗരനാണ്. നമ്മൾ ഇത് ഞാൻ വന്നിരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും നിബന്ധനകൾ ഇല്ലാതെ പെൻഷൻ അനുവദിക്കണമെന്നുള്ള ഒരു കോറിക്കയുമായിട്ടാണ്. അതിൻ്റെ കാരണം നമ്മൾ പിറന്ന അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ കഴിക്കുന്ന കഴിഞ്ഞ ആഹാരത്തിന് വരേക്കും നമ്മൾ നികുതി അടച്ചിട്ടുണ്ട്. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ 28% നികുതി അടച്ചു. ആ നികുതിയിൽ ആണ് നമ്മുടെ നാട് ഇത്രയും ഡെവലപ്പായത്. അത് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. 60 വർഷം കൊണ്ട് 1960 നമുക്ക് നടന്നു തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും പോകുന്നത്. ബസ്സോ കാറോ ഒന്നുമില്ലായിരുന്നു. അന്നേക്ക് സാധനങ്ങൾ അയക്കാൻ കാളവണ്ടി മാത്രമാണ് ഉണ്ടായി. അന്നേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നികുതി പണത്തിലാണ് അടുത്ത തലമുറയ്ക്കായി 60 വർഷം കഴിഞ്ഞ് അവരുടെ ഇത്രയും കാറായി, ബസ്സായി, ട്രെയിനായി, പ്ലെയിനായി എല്ലാ സൗകര്യങ്ങളും വന്നത് നമ്മൾ കഷ്ടപ്പെട്ട് കൊടുത്ത നികുതി പണത്തിൽ നിന്നുമാണ്. ഇപ്പോൾ നമുക്ക് ജീവിക്കുവാൻ വഴിയില്ലാത്ത സമയത്ത്, വാർദ്ധക്യമായ സമയത്ത് നമ്മളെ സംരക്ഷിക്കേണ്ട ആരാണ്? സർക്കാർ തന്നെയാണ്. അതിന് സർക്കാർ ഓരോ മുടന്തൻ ന്യായങ്ങൾ പറയുന്നത് ശരിയല്ല. മക്കളുണ്ട്, 2000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, 4 ചക്ര വാഹനമുണ്ട്. ഇതിനെല്ലാം സർക്കാർ നികുതി വാങ്ങിച്ചതല്ലേ. 2000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടെങ്കിൽ വീട് വെക്കുമ്പോഴത്തേക്ക് അതിന് 28% നികുതി അങ്ങോട്ട് വാങ്ങിച്ചിട്ടില്ലേ. ഒരു കാറ് വാങ്ങിക്കുമ്പോൾ അതിനും നികുതി അങ്ങോട്ട് വാങ്ങിക്കുന്നല്ലേ. മക്കളെ പഠിപ്പിക്കുമ്പോഴും അവർക്കും ചിലവാക്കുന്ന ഓരോ കാശിനും നമ്മൾ നികുതി അടച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പെൻഷൻ തന്നുകൂടാ? ഈ കാരണങ്ങൾ മുട്ടാ കാരണങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ നികുതി പെൻഷനിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരിയാണ് പ്രവണതയല്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ അവകാശമാണത്. അല്ലാതെ സർക്കാരിൻ്റെ ഔദാര്യമല്ല. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. എല്ലാ വയോവൃദ്ധർകളും മുന്നോട്ട് വന്ന് നമ്മുടെ അവകാശങ്ങൾക്കായി പോരാടണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഒന്നുതരിക. 1 ഇന്ത്യ 1 പെൻഷൻ. ഒരു നാട്ടിൽ ഒരു പെൻഷൻ, എല്ലാവർക്കും തുല്യമായ പെൻഷൻ അനുവദിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളും